ചെയ്യാം. അഭിനയിക്കുമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിച്ച് ഞാൻ പേജ് വഴി പോസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, എത്ര രൂപ കിട്ടിയാലും പകുതി പൈസ എനിക്ക് തരണം. അപ്പൊ നിങ്ങൾക്ക് 25,000 രൂപ കിട്ടിയാൽ 12,500 രൂപ എനിക്ക് തരണം. നിങ്ങളുടെ കൂട്ട് റിസ്ക് ഞാനും എടുക്കുമല്ലേ. അപ്പൊ 20 ലക്ഷം രൂപ കിട്ടിയാൽ 10 ലക്ഷം എനിക്ക് തരണം. നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതം. ഓക്കെ. രണ്ടാമത്, എന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കണം. പിന്നെ നാളെ ഈ പൈസ അല്ലാണ്ട് വന്ന് നിങ്ങൾ തന്നില്ലെങ്കിലോ? അതെനിക്ക് ഉറപ്പ് വരുത്താനാണ് ഇങ്ങനെ അക്കൗണ്ട് എടുക്കാൻ റെഡിയാണോ? ഓക്കെ. മൂന്നാമത്, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ ഒന്ന് സമീപിച്ചൊരു വീഡിയോ എടുക്കാൻ വന്നാൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഈ വീഡിയോ എടുത്ത് തന്ന് സഹായിച്ചു ഒരു ചായ പോലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങി കുടിച്ചില്ല എന്ന് അവരോട് പറയണം. പറ്റുമോ? 100 വട്ടം പറയാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ വിട്ടുകൊണ്ട് ട്യൂബും ഒട്ടിക്കുന്ന ഇച്ചിരി സാധനമൊക്കെ മേടിക്കണം. മേടിച്ച് റെഡിയാക്കാമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അതങ്ങ് ചെയ്യാം. എന്നാ ഇദ്ദേഹത്തെ വിട്ട് മേടിപ്പിര്. ഞാൻ പോയിട്ടില്ല. ആ, കിട്ടിയോ? ടേപ്പും കിട്ടിയോ? അപ്പം വാ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വള്ളികുന്നം ഇലിപ്പക്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ്. കുറെ കാലങ്ങളായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. അത് ബയറോനിയ എന്ന് പറയുന്ന പുതിയൊരു അസുഖമാണ്. പുള്ളി എപ്പോഴും വയറ് വീർത്ത് ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന പോലാണ് കാണിക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ സമീപിച്ചപ്പോൾ 73 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട്. അങ്ങനെ അവർ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ഫയലാണിത്. ഇനി അദ്ദേഹത്തിന് ഒരു സർജറി അത്യാവശ്യമാണ്. അതിന് 73 ലക്ഷം രൂപ വേണം. അവരുടെ നിലവിലെ വീട് അദ്ദേഹം കച്ചവടമൊക്കെ ചെയ്ത് കടമായി കിടക്കുകയാണ്. അത് ജപ്തിയായി. അപ്പം ഇദ്ദേഹത്തെ നിങ്ങൾ അറിഞ്ഞൊന്ന് സഹായിക്കണം. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് പോവാം. ഇതാ ഈ കിടക്കുന്ന ആളാണ്. വളരെ മോശം സിറ്റുവേഷനാണ് പുള്ളി. ഒരു സമയം മനുഷ്യനൊന്ന് ഉറങ്ങാൻ ഇദ്ദേഹത്തിന് പറ്റില്ല. കാരണം ഏത് സമയം അദ്ദേഹം കണ്ടില്ലേ, ജീവനും ജീവിതവും അവസാനിക്കുന്ന മട്ടത്തിൽ ആണ് അയാളുടെ ജീവിതം. നിങ്ങളെല്ലാവരും പറ്റുന്നവർ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. കാരണം വളരെ മോശമായ സിറ്റുവേഷൻ ആണ് പുള്ളിയുടേത്. ഇതാ ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല, ട്യൂബ് ഇട്ടിരിക്കുകയാണ് പുള്ളിക്ക്. അദ്ദേഹത്തിന്റെ വൈഫാണ് കൂടെ ഇരിക്കുന്നത്. വളരെ മോശമാണ്. ഇനിയിപ്പോ ഒരു വാടക വീട് കണ്ടെത്തി മാറേണ്ട ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം മാക്സിമം ഷെയർ ചെയ്യുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. ഇതാ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ മേളിൽ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വൈഫിനോടൊന്ന് സംസാരിക്കാം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രതികരണം ഒന്ന് തേടാം. അവർക്കല്ലേ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നത് അവരാണ്. നമുക്ക് അവരോട് അവരുടെ പ്രതികരണം ഒന്ന് തേടാം. നിങ്ങൾ തന്നെ വന്നപ്പോ കണ്ടല്ലോ ഇക്കയുടെ അവസ്ഥ കണ്ടല്ലോ. നമുക്ക് രാത്രി പോലും നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. രാവിലെ ആഹാരം കഴിക്കുമ്പോൾ പോലും നമ്മളൊന്ന് വായി വെക്കുമ്പോൾ പോലും പുള്ളി ഈ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുന്ന ആ ഒരു കൃത്യമായിട്ട് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഇറങ്ങത്തില്ല. അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഒരു വളരെ സങ്കടത്തിലാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ 73 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് തുടർന്നൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണതാ. വീണ്ടും ഇത് തന്നെ അവസ്ഥ. എപ്പോഴും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കിടക്കുകയും മനുഷ്യൻ. അവര് കേൾക്കും പറയാതെ. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളെല്ലാവരും സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സഹായിക്കണം. നമ്മുടെ ഒരു സഹോദരനെ പോലെ കണ്ട് നമ്മളെല്ലാവരും സഹായിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളൊരു വീഡിയോ ചിത്രീകരിച്ചായിരുന്നു. ചാരിറ്റിയെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയാണ് ഈ വീഡിയോ ചെയ്തത്. നല്ല ചാരിറ്റി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതിന്റെ പേരിൽ കരിവാരി എറിയുന്നവരെ ഇതിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഞങ്ങളോടും നല്ല ചാരിറ്റി ചെയ്യുന്നവരുടെയും കൂടെ ഉണ്ടായിരിക്കണം.